10 മിനിറ്റ് അപ്പുറം സഞ്ജു ക്രീസിൽ വരും, ബാറ്റ് ചെയ്യും. കൂടെ ആരാണ്? ഇഷാൻ കൃഷ്ണ ആയിരിക്കുമോ അതോ അഭിഷേക് ശർമ്മ തന്നെ വരുമോ? ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. അഭിഷേക് തന്നെ ആയിരിക്കും. സോണി, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ശിവം ദുബെ, 3 ഓൾറൗണ്ടേഴ്സ്. ഞാൻ തൽക്കാലം ശിവം ദുബെയെ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽപ്പെടുത്തുന്നില്ല. അയാൾ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബൗൾ ചെയ്യുന്നില്ല. ഈ 2 പേരുടെ റോൾ എത്രമാത്രം നിർണായകമാകും ഇന്നത്തെ മത്സരത്തിൽ? വളരെ നിർണായകമായ ഒരു റോളാണ് ഈ ഓൾറൗണ്ടേഴ്സിനുള്ളത്. പ്രത്യേകിച്ച് അക്സർ പട്ടേലിന് കാര്യമായ വലിയൊരു നേട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആവശ്യമോ വന്നിട്ടില്ല, കാരണം അത്രത്തോളം ശക്തമാണ് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ്. പക്ഷെ ബോളിംഗിൽ അദ്ദേഹത്തിന് കൃത്യമായ റോൾ നൽകിയിട്ടുണ്ട് മോണി മോർഗൻ. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ വെക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഓൾറൗണ്ടർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പുതിയ പന്തെറിയണമെങ്കിൽ പുതിയ പന്തെറിയും, നിർണായകമായ ഓവറുകൾ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഹാർഡ് ലെങ്ത് ഹിറ്റ് ചെയ്തെറിയും, ബൗൺസർ മിക്സ് ചെയ്യും, സ്ലോവർ എറിയും. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ബാറ്റിംഗും ഫീൽഡിംഗും കൂടെ വെച്ച് നോക്കുന്ന അതെ, അദ്ദേഹത്തിന്റെ ഹാർഡ് ലെങ്ത് എറിയ അല്ലെങ്കിൽ പുതിയ പന്ത് ഉപയോഗിക്കാൻ സാധിക്കുക, അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു സ്കിൽ സെറ്റ് ആയിട്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് എന്താണോ ആവശ്യം, എവിടെയാണോ ആവശ്യം, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുംറയെ കൂടുതൽ ആ തുടക്കത്തിൽ എറിയിക്കേണ്ടി വന്നേനെ. അവിടെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു നിർണായകമായ സ്വാധീനമുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ ഉള്ളത്. ആ തുടക്ക ഓവറുകൾ, പവർ പ്ലേ ഓവറുകൾ അധികം ബുംറയെ യൂസ് ചെയ്യാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ബുംറയെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരുപക്ഷെ 4 സ്പെല്ലായിട്ടായിരിക്കാം ഒരുപക്ഷെ ബുംറയുടെ 4 ഓവറുകൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ആ തുടക്കത്തിൽ എറിയേണ്ടതുണ്ട്. ഇതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് ഫീൽഡിംഗ് മികവ് കൂടി നോക്കുന്ന സമയത്ത് ഹീസ് ജെനുവിൻ ഓൾറൗണ്ടർ. അതുപോലെ തന്നെ ഈ അലൻ സിഫർട്ട്, ഈ 2 പേരെ നമ്മൾ പവർ പ്ലേയിൽ തന്നെ തൂക്കണം, ഇല്ലെങ്കിൽ വലിയ പാടാവും. അത് പറയുമ്പോ ആദ്യം 1-2 ഓവറുകളിൽ നമുക്ക് അവരുടെ വിക്കറ്റ് നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബുംറ 1-2 ഓവറുകൾ പവർ പ്ലേയിൽ എറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത് കൊച്ചിയിൽ ജിജീഷ് ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ് അവിടെ ഫാൻ സോണിൽ എവിടെയാണ് ജിജീഷ് ഉള്ളത്? അവിടുത്തെ ആവേശം എങ്ങനെ? കൃഷ്ണ, ഞാൻ കലൂർ ഗ്രീൻസ് പബ്ലിക് സ്കൂൾ ഒരുക്കിയ വലിയ സ്ക്രീനിന്റെ ഭാഗത്താണുള്ളത്. ഇപ്പോൾ തന്നെ എത്രമാത്രം ക്രിക്കറ്റ് ആവേശത്തിലാണ് ഈ നാടും നഗരവും എല്ലാം ഒരുമിച്ചുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ തന്നെ ഈ കസേരകളെല്ലാം തന്നെ നിറഞ്ഞു. കുട്ടികളാണ് കൂടുതലായും ഉള്ളത്, അവരുടെ രക്ഷിതാക്കളുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്ത്യയുടെ വിജയം കാണാനുള്ള വലിയ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്, ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണുള്ളത്. കളിയുടെ വലിയ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് അല്ലേ? എങ്ങനെയായിരിക്കും ഇന്നൊരു ഫലം? എങ്ങനെയായിരിക്കും, എന്താണ് പ്രതീക്ഷ? ഇന്ത്യ എന്തായാലും ജയിക്കും. ആരായിരിക്കും സഞ്ജു എന്തായാലും നല്ലോണം റൺ സ്കോർ ചെയ്യണം. എങ്ങനെ വേണം ഈ കളിയുടെ ഇടയ്ക്കൊക്കെ കണ്ടിരുന്നു. പ്രതീക്ഷ തന്നെയാണ്. അത്തരത്തിൽ ഒരുപാട് പേർ പ്രതീക്ഷയുമായി നമുക്കറിയാം. ഇതിന്റെ സംഘാടകർ അടക്കമുള്ള ആളുകൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. നിരവധി ആളുകൾ അവരോട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാഡം വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് കളി കാണാൻ വേണ്ടി ഇപ്പോൾ ഈ ഗ്രീൻസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് പേർക്ക് ഇവിടെ കളി കാണാനുള്ള ഒരു സ്ക്രീൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, സ്കൂൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്, കുട്ടികളുടെ ആവേശത്തെ കാണുന്നത്? കുട്ടികളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കുട്ടികൾക്കും പേരൻസിനും ടീച്ചേഴ്സിനും ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെന്യൂ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. പിന്നെ ഇന്ന് ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇനി ഒത്തിരി പേര് വരാനുണ്ട്. നോമ്പ് തുറ കഴിയുമ്പോഴേക്കും എല്ലാവരും എത്തുമായിരിക്കും. ഒരുപാട് പേര് ഇവിടെ വന്ന് ഇനി ഒത്തിരി പേര് വരും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ല ക്രൗഡായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. സഞ്ജുവിലാണ് എല്ലാ പ്രതീക്ഷകളും. ഇന്നെല്ലാ പ്രതീക്ഷയും സഞ്ജുവിലാണ്. പിന്നെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു വെന്യൂ തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്കുണ്ട്, കുട്ടികളും രക്ഷിതാക്കളും എല്ലാം അടക്കം. എങ്ങനെയാണ് ഈ കാണുന്നത്? ഇനി കുറച്ച് സമയം മാത്രമാണ് മത്സരം തുടങ്ങുന്നത്. എന്താ പറയാനുള്ളത്? ഹാപ്പി. ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നു ഡെഫിനറ്റ്ലി ഇന്ത്യ വിൽ വിൻ. വി ആർ പ്രേയിങ് ഫോർ ദാറ്റ് ആസ് വെൽ. സന്തോഷത്തോടെ തന്നെ തിരിച്ചു. അതെ, ഉറപ്പായിട്ടും.
അല്ലേ ഈ ഒരു മത്സരം തീരുമ്പോൾ നമ്മളെ മലയാളം മനസ്സിലായില്ല. ഈ മത്സരം എങ്ങനെയായിരിക്കും റിസൾട്ട്? Anyway, we are expecting India to win only, and we are praying for India to win. And Abhishek Sharma to score a good run today. Sanju Samson, he'll definitely score a good run. All the best for Indians. ഒരു പ്രതീക്ഷ വിശ്വാസം എല്ലാം തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഉള്ളത്. അവരെല്ലാം ഇന്ത്യ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം കളി തുടങ്ങാൻ ബാക്കി ഇരിക്കുന്നു. ആകാംക്ഷയോടെ കളി കാണാൻ കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എങ്ങനെയായി, കാരണം കുടുംബമായി വന്ന ആളുകളുണ്ട്, രക്ഷിതാക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് സാർ ഈ പ്രതീക്ഷകളെ കാണുന്നത് ഇന്ത്യയുടെ? തീർച്ചയായിട്ടും ജയിക്കും. ബാക്കി മത്സരങ്ങളെല്ലാം അതെ അതെ ആണ് മറ്റേ രണ്ട് കളികൾ അടക്കം സഞ്ജു കാഴ്ചവെച്ചത്. എങ്ങനെയായിരിക്കും ഇവിടെ? നല്ലതായിട്ട് കളിക്കുന്നു. മികച്ച കളി ഇന്ത്യയുടെ വിജയം കണ്ടിട്ട്. അതെ തീർച്ചയായിട്ടും. അതെ ശരി, ജിജീഷ് കർണാരാണ് ഒപ്പം ചേർന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്. വീണ്ടും സോണി ചെറുവത്തിലേക്ക് പോവാണ്. സോണി, ഞങ്ങളുടെ ടൈറ്റിൽ ദ കപ്പ് ഓഫ് T20, ഒരു T20യുടെ കപ്പ്, അത് ഭാരതത്തിന് കിട്ടണം. അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആ ആത്മാഭിമാനം, അതൊക്കെ നമുക്കൊരു 10:45-11 മണിയാകുമ്പോൾ ഇങ്ങനെ തെരുവീഥികളിലൂടെ ഭാരതത്തിൻ്റെ പതാക ഇങ്ങനെ വീശിക്കൊണ്ട് യുവത, പ്രത്യേകിച്ച് ഇന്ന് വനിതാ ദിനം കൂടിയാണല്ലോ, വനിതകളൊക്കെ ഇറങ്ങി ആർപ്പ് വിളിക്കുന്ന ആ സീൻ, ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ എന്താണ് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ നിമിഷങ്ങൾ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഇടവരട്ടെ. അതിനുള്ള വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടോസ് പോയിരിക്കുന്നു. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചേസ് ചെയ്ത് ജയിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കാണിച്ചതുപോലെയുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ബോൾ ചെയ്യുക, തുടക്കത്തിൽ വിക്കറ്റുകൾ നേടാൻ സാധിച്ച് ടീമിന്റെ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചത് വളരെ നല്ലത്. തുടക്കത്തിൽ സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടാനായിട്ടുള്ള ശ്രമിക്കുക. അത്തരത്തിൽ ഒരല്പം സമ്മർദ്ദം ആ ടോപ്പ് ഓർഡറിൽ നൽകാൻ സാധിച്ചാൽ, ഒരു 200 താഴെയുള്ള ടോട്ടലിലേക്ക് ഇന്ത്യയെ ഒതുക്കാൻ സാധിച്ചാൽ, ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ സാധ്യതയുണ്ടെന്നുള്ള വിശ്വാസം ന്യൂസിലാൻഡിനെതിരെ ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള യാതൊരു സാധ്യതയും കൊടുക്കാതിരിക്കുക, അടിച്ചു തകർക്കുക, 230 എത്തുക, പരിപാടി ക്ലോസ്. യെസ്, ഏതായാലും സഞ്ജു കളിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് നമുക്ക്. ഇനി ഇഷാൻ കിഷനും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാറും ഒപ്പം നമ്മുടെ അഭിഷേക് ശർമ്മയും ഒന്ന് അടിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും 250+ ഷുവർ. അതാണ് നമുക്ക് കാത്തിരിക്കുന്നത്. എന്നിട്ട് ബുംറയുടെ ഒരു 4 ഓവർ, അതിൽ ചിട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ന്യൂസിലാൻഡ് ടീം. നമുക്ക് സ്വപ്നങ്ങൾക്ക് ഒരു കുറവും പാടില്ലല്ലോ. അങ്ങനെയാണ് APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്. സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ എന്നാണല്ലോ.